ചോദ്യം 1. റൂത്ത് ഏതു വംശത്തിൽപ്പെട്ടവളായിരുന്നു? ഉത്തരം മൊവാബ്യ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി എന്നാണ് റൂത്ത് അധ്യായം 1 തുടക്കത്തിൽ പറയുന്നത്? ഉത്തരം ക്ഷാമം. ചോദ്യം 3. എലിമലക്കും കുടുംബവും ഏതു ദേശത്തു നിന്നുള്ളവരായിരുന്നു? ഉത്തരം യൂദയായിലെ ബെത്ലഹേമിൽ. ചോദ്യം 4. റൂത്ത് എലിമലക്കിന്റെ ആരായിരുന്നു? ഉത്തരം മരുമകൾ. ചോദ്യം 5. എലിമലക്കിന്റെ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? ഉത്തരം മഹ്ലോനും കിലിയോനും. ചോദ്യം 6. റൂത്തിന്റെ ആദ്യ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം മഹ്ലോൻ. ചോദ്യം 7. നാട്ടിൽ ക്ഷാമമുണ്ടായത് എപ്പോഴാണെന്നാണ് റൂത്ത് അധ്യായം 1 തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ന്യായാധിപന്മാരുടെ ഭരണകാലത്ത്. ചോദ്യം 8. എലിമലക്കിന്റെ ഭാര്യ ആരായിരുന്നു? ഉത്തരം നവോമി. ചോദ്യം 9. എലിമലക്ക് തന്റെ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് കുടിയേറിപ്പാർത്തത് ഏതു ദേശത്താണ്? ഉത്തരം മോവാബ് ദേശത്ത്. ചോദ്യം 10. എലിമലക്കും കുടുംബവും ഏതു ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു? ഉത്തരം എഫ്രായിം. ചോദ്യം 11. നവോമിയുടെ പുത്രന്മാർ വിവാഹശേഷം എത്ര നാളാണ് മോവാബിൽ കഴിഞ്ഞത്? ഉത്തരം 10 വർഷത്തോളം. ചോദ്യം 12. കർത്താവ് തന്റെ ജനത്തെ എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത്? ഉത്തരം ഭക്ഷണം നൽകി. ചോദ്യം 13. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട നവോമി മരുമക്കളോടുകൂടെ തിരികെ പോരാനൊരുങ്ങിയത് എവിടെ നിന്നാണ്? ഉത്തരം മോവാബിൽ നിന്ന്. ചോദ്യം 14. നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിനെന്ന് നവോമി മരുമക്കളോട് പറഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 15. നിങ്ങൾ ആരോട് കരുണ കാണിച്ചതിനാൽ കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി തന്റെ മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം മരിച്ചവരോടും എന്നോടും. ചോദ്യം 16. നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? ആരുടെ വാക്കുകളാണിവ? ഉത്തരം നവോമിയുടെ. ചോദ്യം 17. നവോമി തന്റെ മരുമക്കളെ എന്റെ മക്കളെ എന്ന് വിളിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര തവണയാണ്? ഉത്തരം 2 തവണ. ചോദ്യം 18. തനിക്കെതിരായി എന്തുയർന്നിരിക്കുന്നുവെന്നാണ് നവോമി തന്റെ മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം കർത്താവിന്റെ കരം. ചോദ്യം 19. ആര് ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം നിന്റെ സഹോദരി. ചോദ്യം 20. തന്നോട് എന്ത് പറയരുതെന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. ചോദ്യം 21. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സന്തുഷ്ട. ചോദ്യം 22. മാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം കൈപ്പുള്ള. ചോദ്യം 23. പൂരിപ്പിക്കുക. അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. ഉത്തരം മാറ. ചോദ്യം 24. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോയി എന്നാണ് നവോമി ബെത്ലഹേമിലെ സ്ത്രീകളോട് പറഞ്ഞത്? ഉത്തരം എല്ലാം തികഞ്ഞവളായി. ചോദ്യം 25. കർത്താവിനെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുന്നതിനാൽ
നിങ്ങൾ എന്തു ചെയ്യുന്നത് എന്തിനെന്നാണ് നവോമി ബെത്ലഹേമിലെ സ്ത്രീകളോട് ചോദിച്ചത്? ഉത്തരം, എന്നെ നവോമി എന്ന് വിളിക്കുന്നത്. ചോദ്യം 26. നവോമി മോവാബിൽ നിന്ന് മരുമകൾ റൂത്തിനോട് കൂടെ ബെത്ലഹേമിൽ തിരിച്ചെത്തിയത് എപ്പോഴാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം, ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 27. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിൽ എത്തിയത്. ആര്? ഉത്തരം, നവോമിയും റൂത്തും. ചോദ്യം 1. റൂത്ത് അധ്യായം 2 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 23 വാക്യങ്ങൾ. ചോദ്യം 2. റൂത്ത് അധ്യായം 2 ശീർഷകം എന്ത്? ഉത്തരം, റൂത്ത് ബോവാസിന്റെ വയലിൽ. ചോദ്യം 3. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ആരുണ്ടായിരുന്നുവെന്നാണ് റൂത്ത് 2:1 പറയുന്നത്? ഉത്തരം, ബോവാസ് എന്നു പേരായ ഒരു ധനികൻ. ചോദ്യം 4. റൂത്ത് അധ്യായം 2 തുടക്കത്തിൽ ബോവാസ് എന്നു പേരായ ധനികൻ എവിടെയുണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, നവോമിയുടെ ഭർതൃകുടുംബത്തിൽ. ചോദ്യം 5. നവോമിയുടെ ഭർതൃകുടുംബത്തിലുണ്ടായിരുന്ന ധനികൻ ആരാണ്? ഉത്തരം, ബോവാസ്. ചോദ്യം 6. റൂത്ത് അധ്യായം 2 തുടക്കത്തിൽ ബോവാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, ധനികൻ. ചോദ്യം 7. ഞാൻ ആരുടെ വയലിൽ കാലാപെറുകട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത്? ഉത്തരം, എന്നെ അനുവദിക്കുന്നവരുടെ. ചോദ്യം 8. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ എന്തു ചെയ്യട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത്? ഉത്തരം, കാലാപെറുകട്ടെ. ചോദ്യം 9. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുകട്ടെ എന്ന് റൂത്ത് ചോദിച്ചത് ആരോടാണ്? ഉത്തരം, നവോമിയോട്. ചോദ്യം 10. വയലിൽ ചെന്ന കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കിയത് ആരാണ്? ഉത്തരം, റൂത്ത്. ചോദ്യം 11. റൂത്ത് എത്തിച്ചേർന്നത് ആരുടെ വയലിലാണ്? ഉത്തരം, എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ. ചോദ്യം 12. ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ടതാണെന്നാണ് റൂത്ത് 2:3 പറയുന്നത്? ഉത്തരം, എലിമലക്കിന്റെ കുടുംബത്തിൽ. ചോദ്യം 13. റൂത്ത് 2:4 അനുസരിച്ച് ബോവാസ് വന്നത് എവിടെ നിന്നാണ്? ഉത്തരം, ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 14. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ആരാണ്? ഉത്തരം, ബോവാസ്. ചോദ്യം 15. ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞാണ്? ഉത്തരം, കർത്താവ് നിങ്ങളോടുകൂടെ. ചോദ്യം 16. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് അഭിവാദനം ചെയ്തത് ആരെയാണ്? ഉത്തരം, കൊയ്ത്തുകാരെ. ചോദ്യം 17. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. ആര്? ഉത്തരം, കൊയ്ത്തുകാർ. ചോദ്യം 18. എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത്? ഉത്തരം, കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 19. ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോടാണ്? ഉത്തരം, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട്. ചോദ്യം 20. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്താണ്? ഉത്തരം, ആരാണ് ഈ യുവതി?
ചോദ്യം 21. പൂരിപ്പിക്കുക. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന ഡാഷ് ആണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. ഉത്തരം മോവാബ്യ സ്ത്രീ. ചോദ്യം 22. വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 23. റൂത്ത് രാവിലെ മുതൽ ഇതുവരെ എങ്ങനെ കാലാപെറുക്കുകയായിരുന്നുവെന്നാണ് ഭൃത്യൻ പറഞ്ഞത്? ഉത്തരം വിശ്രമമില്ലാതെ. ചോദ്യം 24. എന്തു ചെയ്യാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം കാലാപെറുക്കാൻ. ചോദ്യം 25. കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട, മറിച്ച് എന്തു ചെയ്തു കൊള്ളുവിനെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം എന്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. ചോദ്യം 26. ബോവാസ് റൂത്തിനെ ആദ്യമായി വയലിൽ വെച്ച് കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം മകളെ. ചോദ്യം 27. ഭൃത്യന്മാരോട് താൻ എന്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നിന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ചോദ്യം 28. പൂരിപ്പിക്കുക. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, ഡാഷ് ആയ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? ഉത്തരം അന്യനാട്ടുകാരിയായ. ചോദ്യം 29. ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തതിനെപ്പറ്റി എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം അമ്മായിയമ്മയ്ക്ക് വേണ്ടി. ചോദ്യം 30. നീ ആരെ വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നത് എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം മാതാപിതാക്കളെയും സ്വദേശത്തെയും. ചോദ്യം 31. നീ എവിടെ വന്നതിനെപ്പറ്റി എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ. ചോദ്യം 32. പൂരിപ്പിക്കുക. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഡാഷ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. ചോദ്യം 33. ഞാൻ എന്തല്ലാതിരുന്നിട്ടും അങ്ങ് ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം അങ്ങയുടെ ദാസിമാരിൽ ഒരുവൾ. ചോദ്യം 34. ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും അങ്ങ് ഈ ദാസിയോട് എങ്ങനെ പെരുമാറിയെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ചോദ്യം 35. ബോവാസ് റൂത്തിനോട് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ഭക്ഷണ സമയത്ത്. ചോദ്യം 36. എന്തു ഭക്ഷിച്ചുകൊള്ളാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞിൽ മുക്കി അപ്പം. ചോദ്യം 37. റൂത്ത് ഭക്ഷണത്തിനിരുന്നത് എവിടെയാണ്? ഉത്തരം കൊയ്ത്തുകാരോടുകൂടെ. ചോദ്യം 38. ബോവാസ് റൂത്തിന് എന്തു കൊടുത്തുവെന്നാണ് റൂത്ത് 2:14 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മലർ. ചോദ്യം 39. റൂത്ത് കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. ചോദ്യം 40. റൂത്ത് 2:17 അനുസരിച്ച് റൂത്ത് കാലാപെറുക്കിയത് എപ്പോൾ വരെയാണ്? ഉത്തരം സന്ധ്യ വരെ. ചോദ്യം 41. റൂത്ത് കാലാപെറുക്കിയവ മെതിച്ചപ്പോൾ എത്രത്തോളം ധാന്യമാണ് ലഭിച്ചത്? ഉത്തരം ഏകദേശം 1 ഏഫ ബാർലി.
ചോദ്യം 42. താൻ ശേഖരിച്ച ധാന്യവുമായി റൂത്ത് പോയത് എവിടേക്കാണ്? ഉത്തരം നഗരത്തിലേക്ക്. ചോദ്യം 43. റൂത്ത് തന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുത്തത് എന്താണ്? ഉത്തരം ബാക്കി വന്ന ആഹാരം. ചോദ്യം 44. താൻ ശേഖരിച്ച ധാന്യം റൂത്ത് എന്ത് ചെയ്തുവെന്നാണ് റൂത്ത് 2:18 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അമ്മായിയമ്മയെ കാണിച്ചു. ചോദ്യം 45. എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് എന്ന് റൂത്തിനോട് ചോദിച്ചത് ആരാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം അമ്മായിയമ്മ. ചോദ്യം 46. ആര് അനുഗ്രഹീതനാകട്ടെ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ. ചോദ്യം 47. പൂരിപ്പിക്കുക. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ ഡാഷ് പറഞ്ഞു. ഉത്തരം അമ്മായിയമ്മയോട്. ചോദ്യം 48. ബോവാസിനെ പറ്റി മരുമകളോട് സംസാരിക്കുന്ന നവോമി കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന. ചോദ്യം 49. ബോവാസ് നമ്മുടെ ആരാണെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത്? ഉത്തരം ഉറ്റ ബന്ധു. ചോദ്യം 50. കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? ഉത്തരം വേലക്കാരോടുകൂടെ. ചോദ്യം 51. മറ്റു വയലുകളിൽ പോയി എന്തിനിടയാക്കാതെ നീ അവന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത്? ഉത്തരം ശല്യമേൽക്കാതെ. ചോദ്യം 52. മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ എവിടെ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത്? ഉത്തരം അവന്റെ ദാസിമാരോടുകൂടെ. ചോദ്യം 53. റൂത്ത് എപ്പോൾ വരെ കാലാപെറുക്കിയെന്നാണ് റൂത്ത് 2:23 പറയുന്നത്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. ചോദ്യം 54. ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന്. ചോദ്യം 55. റൂത്ത് ആരോടൊത്ത് ജീവിച്ചുവെന്നാണ് റൂത്ത് അധ്യായം 2 അവസാനം പറയുന്നത്? ഉത്തരം തന്റെ അമ്മായിയമ്മയോടൊത്ത്. ചോദ്യം 1. റൂത്ത് അധ്യായം 3 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18 വാക്യങ്ങൾ. ചോദ്യം 2. റൂത്ത് അധ്യായം 3 ശീർഷകം എന്ത്? ഉത്തരം ബോവാസിന്റെ മെതിക്കളത്തിൽ. ചോദ്യം 3. റൂത്ത് അധ്യായം 3 തുടക്കത്തിൽ ആരുടെ സംഭാഷണമാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം നവോമിയുടെ. ചോദ്യം 4. റൂത്ത് അധ്യായം 3 തുടക്കത്തിൽ നവോമി റൂത്തിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം മകളെ. ചോദ്യം 5. എന്ത് എന്റെ കടമയാണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക. ചോദ്യം 6. സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്താണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം എന്റെ കടമ. ചോദ്യം 7. പൂരിപ്പിക്കുക. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ഡാഷ് നമ്മുടെ ബന്ധുവാണല്ലോ? ഉത്തരം ബോവാസ്. ചോദ്യം 8. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് ആരാണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്?
ഉത്തരം ബന്ധു. ചോദ്യം 9. ബോവാസ് രാത്രി മെതിക്കളത്തിൽ എന്തിനു വരുന്നുവെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം ബാർലി പാറ്റാൻ. ചോദ്യം 10. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ബോവാസ് എപ്പോൾ വരുമെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം ഇന്ന് രാത്രി. ചോദ്യം 11. നീ കുളിച്ചു തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് എവിടേക്ക് ചെല്ലുകയെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം മെതിക്കളത്തിലേക്ക്. ചോദ്യം 12. എപ്പോൾ വരെ ബോവാസ് നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുതെന്നാണ് നവോമി തന്റെ മരുമകളോട് പറഞ്ഞത്? ഉത്തരം അവന്റെ അത്താഴം കഴിയുന്നതുവരെ. ചോദ്യം 13. എന്ത് നോക്കിവെക്കാനാണ് നവോമി തന്റെ മരുമകളെ ഉപദേശിക്കുന്നത്? ഉത്തരം അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം. ചോദ്യം 14. പൂരിപ്പിക്കുക. അവൾ മെതിക്കളത്തിൽ ചെന്ന് ഡാഷ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഉത്തരം അമ്മായിയമ്മ. ചോദ്യം 15. ബോവാസ് കിടന്നുറങ്ങിയത് എവിടെയാണ്? ഉത്തരം ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ. ചോദ്യം 16. ബോവാസ് ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ. ചോദ്യം 17. റൂത്ത് പുതപ്പ് മാറ്റിയത് എവിടെ നിന്നാണ്? ഉത്തരം അവന്റെ കാലിൽ നിന്ന്. ചോദ്യം 18. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്നത് ആരാണ്? ഉത്തരം ബോവാസ്. ചോദ്യം 19. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത്? ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 20. നീ ആരാണെന്ന ബോവാസിന്റെ ചോദ്യത്തിന് റൂത്ത് എന്തു മറുപടിയാണ് നൽകിയത്? ഉത്തരം ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ്. ചോദ്യം 21. മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ബോവാസിന്റെ. ചോദ്യം 22. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം എങ്ങനെയുള്ളതാണെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം ആദ്യത്തേതിലും വലുതാണ്. ചോദ്യം 23. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നീ ആവശ്യപ്പെടുന്നതെന്തും. ചോദ്യം 24. നഗരത്തിലെ എന്റെ പരിചയക്കാർക്ക് എന്തറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. ചോദ്യം 25. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആർക്കറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം നഗരത്തിലെ എന്റെ പരിചയക്കാർക്കെല്ലാം. ചോദ്യം 26. റൂത്ത് എപ്പോൾ എഴുന്നേറ്റുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ. ചോദ്യം 27. ബോവാസ് റൂത്തിനോട് ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഉത്തരം മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന്. ചോദ്യം 28. ബോവാസ് റൂത്തിന്റെ മേലങ്കിയിൽ ഇട്ടുകൊടുത്തത് എന്താണ്? ഉത്തരം 6 അളവ് ബാർലി. ചോദ്യം 29. 6 അളവ് ബാർലിയുമായി റൂത്ത് പോയത് എവിടേക്കാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം നഗരത്തിലേക്ക്. ചോദ്യം 30. പൂരിപ്പിക്കുക. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞ ഈ ഡാഷ് അവൻ എനിക്ക് തന്നു. ഉത്തരം 6 അളവ് ബാർലി. ചോദ്യം 1. റൂത്ത് അധ്യായം 4 എത്ര വാക്യങ്ങളുണ്ട്?
ഉത്തരം 22 വാക്യങ്ങൾ. ചോദ്യം 2. റൂത്ത് അധ്യായം 4 ശീർഷകം എന്ത്? ഉത്തരം റൂത്തിന്റെ വിവാഹം. ചോദ്യം 3. ബന്ധുവിനെ കാണാനായി ബോവാസ് എത്തിയത് എവിടെയാണ്? ഉത്തരം നഗരവാതിൽക്കൽ. ചോദ്യം 4. ബോവാസ് നഗരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നത് ആരെയാണ്? ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 5. ഇവിടെ ഇരിക്കുവിനെന്ന് ബോവാസ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം നഗരത്തിൽ നിന്നുള്ള ശ്രേഷ്ഠന്മാരോട്. ചോദ്യം 6. മോവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി ആരുടെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നുവെന്നാണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞത്? ഉത്തരം നമ്മുടെ ബന്ധുവായ എലിമലെക്കിന്റെ. ചോദ്യം 7. ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. എന്ത്? ഉത്തരം എലിമലെക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം. ചോദ്യം 8. റൂത്ത് 4:3 ബോവാസ് നവോമിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം മോവാബി ദേശത്ത് നിന്ന് തിരിച്ചു വന്ന. ചോദ്യം 9. ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് തന്റെ ബന്ധുവിനോട്. ചോദ്യം 10. പൂരിപ്പിക്കുക. മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക. ഡാഷ് എന്നെ അറിയിക്കുക. ഉത്തരം താല്പര്യമില്ലെങ്കിൽ. ചോദ്യം 11. അവൻ പറഞ്ഞു, ഞാനത് വീണ്ടെടുക്കാം. ആര്? ഉത്തരം ബന്ധു. ചോദ്യം 12. എന്തു നിലനിർത്തുന്നതിനു വേണ്ടി അവന്റെ വിധവയും മോവാബിയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ. ചോദ്യം 13. മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി അവന്റെ വിധവയും മോവാബിയുമായ റൂത്തിനെയും കൂടി നീ എപ്പോൾ സ്വീകരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം വയൽ വാങ്ങുന്ന ദിവസം തന്നെ. ചോദ്യം 14. റൂത്ത് 4:5 ബോവാസ് റൂത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം അവന്റെ വിധവയും മോവാബിയുമായ. ചോദ്യം 15. പൂരിപ്പിക്കുക. അപ്പോൾ ബന്ധു പറഞ്ഞു, അത് സാധ്യമല്ല, കാരണം അതുവഴി ഡാഷ് നഷ്ടപ്പെടാനിടയാകും. ഉത്തരം എന്റെ അവകാശം. ചോദ്യം 16. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബന്ധു ബോവാസിനോട്. ചോദ്യം 17. പൂരിപ്പിക്കുക. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം ഇതാണ്: ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ ഡാഷ് മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ്. ഉത്തരം തന്റെ ചെരിപ്പൂരി. ചോദ്യം 18. ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇത് എന്തായിരുന്നുവെന്നാണ് ബന്ധു ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിലെ നടപ്പ്. ചോദ്യം 19. ഇസ്രായേലിലെ നടപ്പനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു എന്താണ് ചെയ്തത്? ഉത്തരം തന്റെ ചെരിപ്പൂരി. ചോദ്യം 20. എലിമലെക്കിന്റേതും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങിയെന്നതിന് നിങ്ങൾ സാക്ഷികളാണെന്ന് ബോവാസ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും. ചോദ്യം 21. മഹ്ലോന്റെ വിധവ ആരായിരുന്നു? ഉത്തരം റൂത്ത്. ചോദ്യം 22.
സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്തു മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണിത് എന്നാണ് ബോവാസ് പറഞ്ഞത്. ഉത്തരം മരിച്ചവന്റെ നാമം. ചോദ്യം 23. ഞങ്ങൾ സാക്ഷികളാണെന്ന് ബോവാസിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 24. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത ആരെ പോലെയാക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത്? ഉത്തരം റാഹേൽ, ലേയ എന്നിവരെ പോലെ. ചോദ്യം 25. നീ എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത്? ഉത്തരം എഫ്രാത്തയിൽ. ചോദ്യം 26. നീ എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത്? ഉത്തരം ബേത്ലഹേമിൽ. ചോദ്യം 27. ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും എങ്ങനെയാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത്? ഉത്തരം യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ. ചോദ്യം 28. നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സ്ത്രീകൾ. ചോദ്യം 29. നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് സ്ത്രീകൾ പറഞ്ഞത് ആരോടാണ്? ഉത്തരം നവോമിയോട്. ചോദ്യം 30. അവൻ നിനക്ക് നവജീവൻ പകരും, വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. ആർക്ക്? ഉത്തരം നവോമിക്ക്. ചോദ്യം 31. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമെന്ന് സ്ത്രീകൾ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം റൂത്തിനെ പറ്റി. ചോദ്യം 32. ശിശുവിനെ ആര് പരിചരിച്ചുവെന്നാണ് റൂത്ത് 4:16 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നവോമി. ചോദ്യം 33. ശിശുവിന് ഓബദ് എന്ന് പേര് നൽകിയത് ആരാണ്? ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 34. ദാവീദിന്റെ പിതാവായ ജെസ്സയുടെ പിതാവ് ആരാണ്? ഉത്തരം ഓബേദ്. ചോദ്യം 35. ഹെബ്രോന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം പേരസ്. ചോദ്യം 36. രാമിന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഹെബ്രോൺ. ചോദ്യം 37. അമീനദാബ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം രാമിന്റെ. ചോദ്യം 38. നഹ്ഷോന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം അമീനദാബ്. ചോദ്യം 39. സൽമോൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം നഹ്ഷോന്റെ. ചോദ്യം 40. ബോവാസിന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം സൽമോൻ. ചോദ്യം 41. ഓബേദ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ബോവാസിന്റെ. ചോദ്യം 42. ജെസ്സയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഓബേദ്. ചോദ്യം 43. ദാവീദ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ജെസ്സയുടെ.